പലതരം കൊപ്രകളിൽ നിന്ന് നിർമ്മിക്കുന്ന വെളിച്ചെണ്ണകളും വിപണിയിൽ സജീവമാണ്. കയ്പ എന്ന പേരിൽ ഇറങ്ങുന്ന കേട് കൊപ്രകളിൽ നിന്ന് നിർമ്മിക്കുന്ന എണ്ണ ശരീരത്തിന് ഹാനികരമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ കയ്പ് കേരളത്തിലെത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സാനിയോ മനോമി വിശദീകരിക്കുന്നു. കോഴിക്കോട് വലിയങ്ങാടിയിലെ ഒരു കൊപ്രക്കളത്തിലാണ് നമ്മളുള്ളത്. കൊപ്രക്കളത്തിൻ്റെ ഉടമ നമുക്കിപ്പോൾ ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വർധനവിലേക്ക് പോയിരുന്നെങ്കിലും 27,000 രൂപയൊക്കെ ആയിരുന്നെങ്കിലും അതിപ്പോൾ 21,000 രൂപയായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു കുറവുണ്ടായി. അതെ, ഇപ്പം 27,000 വരെ ഒരു 10 ദിവസം മുമ്പ് വന്ന കൊപ്ര വില ഇന്നിപ്പോൾ 21,000 ഉള്ളൂ. 6,000 രൂപയോളം കുറവ് വന്നു. അതിനനുസരിച്ച് വെളിച്ചെണ്ണക്കും കുറവ് വന്നിട്ടുണ്ട്. കാരണം പെട്ടെന്നുള്ള ഈ വില വല്ലാതെ കൂടിയപ്പോഴേ സെയിൽ വളരെ കുറഞ്ഞു. വെളിച്ചെണ്ണയുടെ സെയിൽ 500 രൂപയ്ക്ക് അടുപ്പിച്ച് വന്നപ്പോൾ ആൾക്കാർ വാങ്ങാതെ പോയി. വെളിച്ചെണ്ണ വാങ്ങാതെ എല്ലാവരും പാം ഓയിലിലേക്കും മറ്റുള്ള ഈ സൺഫ്ലവർ ഓയിലിലേക്കൊക്കെ മാറിയതിനെ കൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് സെയിൽ നല്ലോണം കുറഞ്ഞു. അപ്പോൾ അത് കാരണമാണ് ഇപ്പം കൊപ്രയ്ക്ക് വില കുറവ് വന്നത്. പിന്നെ അത്യാവശ്യം ഇപ്പോൾ ഉൽപ്പാദനം ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. കഴിഞ്ഞ മാസത്തിനെക്കാട്ടും ഇമ്പ്രൂവ്മെൻറ്റ് തേങ്ങ ഉൽപ്പാദനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ മിക്സിങ് വല്ലാതെ വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ. അതാണ് ഇപ്പോൾ നമ്മളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നത്. കാരണം ഈ വില കുറഞ്ഞ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട്. അത് നമ്മളെ മാർക്കറ്റിനെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഉപഭോക്താക്കൾ ഇത് മറ്റൊന്നും മനസ്സിലാവില്ല ഇത് ഏതാണെന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ ആൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഇനി വാങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ച് വാങ്ങണം. നല്ല കമ്പനീൻ്റെ വെളിച്ചെണ്ണ വില നോക്കിയിട്ട് കാര്യമില്ല. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നല്ല കമ്പനീൻ്റെ വെളിച്ചെണ്ണ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇപ്പോൾ കയ്പ് വെളിച്ചെണ്ണ ഒരു തരത്തിൽ വിപണിയിലേക്ക് ഇറങ്ങുന്നത് ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഈ വെളിച്ചെണ്ണ വൻതോതിൽ കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. സാധാരണ സോപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണിതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. പക്ഷേ അതും യഥാർത്ഥ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്ത് വില കുറച്ച് കൊടുക്കുന്നൊരു പ്രതിഭാസം കൂടിയുണ്ട്. പക്ഷേ അതിൽ FFI എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായ ഘടകങ്ങളൊക്കെ ചേർന്നിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് അതിനൊക്കെ സമാധാനമുണ്ടാകും. കാരണം കൊപ്ര വില 27,000-ൽ നിന്ന് 21,000-ലേക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വിപണിയിൽ ഇപ്പോഴും സ്റ്റാറായി തന്നെ വിലസുകയാണ് തേങ്ങയും കൊപ്രയുമെല്ലാം. സാനിയോ പറഞ്ഞതുപോലെ കേട് കൊപ്രകളിൽ നിന്നും ഇത്തരത്തിൽ വെളിച്ചെണ്ണ എത്തുന്നുണ്ട്. അപ്പോൾ വ്യാജന്മാർ പലതരത്തിലാണ്. ഇതെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് പോകുക.